ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുൻപേ ലഘുതരം. ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം, ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോടു ചൊല്ലിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണനെന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നൂരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയുമടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതീനടോ. താപസനായി ചെന്നു മാർഗമധ്യേ പൊക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞാ സർവജ്ഞാ ലങ്കേശ്വര സമമാമെന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനിക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളോടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടുമെന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമനു കൊണ്ട കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും. പ്രത്യുഷസ്യുത്ഥായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു.
സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടാത്മാനമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിരിയൻ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനുമാധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്നോന്നു താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാ ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ തന്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം പീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരനേകനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു. തന്നൂടെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശുവേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി. അദ്യ പ്രഭൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിത കാമനായി. ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്കനീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പവനേ ഭക്തി പരവശേ. നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം. ഹൃത്പത്മകർണികാ മധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ചിതേ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം. വീരാസനസ്ഥം വിശാലവിലോചനം ഐരാവതി തുല്യപീതാംബരധരം. ഹാരകിരീടകേയൂരാംഗദാംഗുലിയോരു രത്നാഞ്ചിത കുണ്ടലനൂപുര ചാരുകടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം. ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം. സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം. ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്ക് മുക്തനായി വന്നുകൂടും ഭവാനിർണയം.
തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം. ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലുമുള്ളോരു കൽമഷമൊക്കെ നശിച്ചു പോ നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനേ. ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം. നാമരൂപാദിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തദ്ഗളം ഛേദിപ്പതിന്നൊരും വെട്ടു ചൊല്ലിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമിക്ഷണദാചരനന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജാ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷതാഭാവമിതുകൊണ്ടു കിം ഫലം. നിങ്ങളുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനിതെന്നുടെ സദ്ഗതിക്കെന്നു ധരിക്കനീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നു നീ വേഷമായി തൽക്ഷണേ. കാണായിതാശ്രമം മായാ വിരചിതം നാനാമുനിജനസേവിതമായതും. ശിഷ്യജന പരിചാരക സംയുത മൃഷ്യാശ്രമം കണ്ടു വായുതനയൻ. ചിന്തിച്ചു നിന്നാനിവിടെയോരാശ്രമമെന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമമല്ലല്ലേ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു. കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവനുഗ്രഹാൽ. ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായാശ്രമമശ്രമം. രംഭാപനസഖർജുരകേരാമ്രാദി സമ്പൂർണമത്യച്ഛതോയവാപീയുതം. കാലനേമിത്രിയാമാചരനും തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമമ്മാരനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിടുവാൻ. ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗത് പ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജനഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥമിവിടേക്കു വന്നിതു ദാഹം കൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങൂ ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു ദിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥലം ജലമാമയം തീർ
തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൻ കപിപുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പൊരുതുമേ ദാഹമതുകൊണ്ടു പോരാക്കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാതികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാനിന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ. എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുതാ. കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകപിവീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു കപീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളങ്ങാൻ കപീവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യദ്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോടു ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപീവര. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും. ധന്യമാലീതി മേ നാമം മഹാമതേ മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗവിഘ്നം വരുത്തിയിടുവാൻ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവ ഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവതം പ്രാപിച്ചു. ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാദവംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീരാ കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാൽ. അവനോടു ചൊന്നാനസുരൻ വന്നിടുവാനിത്ര വൈകിയതെന്തടോ. കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ.
ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാനിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കപീവരം. ഒന്നടിച്ചാനതുകൊണ്ടവനും തഥാ ചെന്നു പൊക്കീടിനാൻ ധർമ്മരാജാലയം. ദിവ്യ ഔഷധ ഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. ഔഷധാവാസ വൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വച്ചിങ്കൽ തീർത്തിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാ നീലകണ്ഠനുമാനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിരെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമിന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർന്നാൻ കപി പുങ്കവൻ വന്നാനരനിമിഷം കൊണ്ടു പിന്നെയും. യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാരെന്നതോ കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങ് മാരുതവേഗേന കാറ്റിന്റെ വേഗത്തിൽ പോയതറിഞ്ഞ് ഒരു ചാരവരന്മാർ, എല്ലായിടത്തും രാവണന്റെ ചാരന്മാരുണ്ട്, അപ്പോൾ ചാരന്മാർ ഈ കാര്യം അറിഞ്ഞ് നിശാചരാധീശനോട് രാവണനോട് ആരുമറിയാതെ ചെന്ന് ചൊല്ലിയിടിനാർ. ഹനുമാൻ ഇങ്ങനെയൊരു ഔഷധം തേടിപ്പോയ കാര്യം പറഞ്ഞു. ചാരവാക്യം കേട്ട് രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ എങ്ങനെയാണിത് മുടക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ചിന്താവശനായി മുഹൂർത്തം ഇരുന്നളവ് അന്തർഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഒരു ആശയം ലഭിച്ചപ്പോൾ തന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ് അതിവിസ്മയം പൂണ്ടവൻ. ഇത്തവണ കാലനേമി എന്ന അസുരനെയാണ് സഹായത്തിനായിട്ട് സമീപിക്കുന്നത്. രാവണനെ കണ്ടപ്പോൾ വിസ്മയം പൂണ്ട് ആ കാലനേമി ആപൂർണമോദം തൊഴുതു സംത്രസ്തനായി. എന്നാൽ ചെറിയൊരു പേടിയുമുണ്ട്. എന്ത് ഏടാകൂടം ഒപ്പിക്കാനാണ് ഈ വരവ്? കാരണം രാവണൻ മുമ്പ് മാരീചനെ കൊണ്ട് ചെയ്യിപ്പിച്ചതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ബഹുമാനം ഒട്ടും കുറയ്ക്കാതെ അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു. ചോദിച്ചാൻ അർക്കോദയം വരും മുൻപേ, സൂര്യോദയം വരും മുൻപേ ലഘുതരം വളരെ പെട്ടെന്ന് ഇങ്ങെഴുന്നെള്ളുവാൻ എന്തൊരു കാരണം? ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ, കൂടെയാണെങ്കിൽ ആരുമില്ല, ഇതെന്താണ് കാരണം? ദുഃഖ നിപീഡിതനാകിയ രാവണൻ ആ കാലനേമി തന്നോട് ചൊല്ലിയിടിനാൻ, ഈ കാലവൈഭവം എന്ത് ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊൽവാൻ അത്ര വന്നതും. ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതിനൊരു സഹായത്തിനായിട്ടാണ് ഇവിടെ വന്നത്. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു, ശക്തി എന്ന വേൽ ഏറ്റിട്ട് വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്ത് ബ്രഹ്മാസ്ത്രമെയ്തു മമ ആത്മജൻ, എന്റെ മകനായ ഇന്ദ്രജിത്ത് മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. എല്ലാവരും മരിച്ചു. വെന്നിപ്പറയും അടുപ്പിച്ചിതാത്മജൻ, അങ്ങനെ സൂചകമായിട്ട് വെന്നിപ്പറയൊക്കെ അടുപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് ജീവിപ്പിച്ചുകൊള്ളുവാൻ, അവരെയൊക്കെ ജീവിപ്പിക്കാൻ മാരുതനന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ.
ചെന്നു വിഘ്നം വരുത്തേണം അതിന് നീ, നിന്നോട് ഉപായവും ചൊല്ലാം അതിനെടോ. നീ അതിന് തടസ്സം നിൽക്കണം. അതിനെന്താണ് ഒരു ഉപായം? താപസനായി ചെന്ന് മാർഗമധ്യേ പൊക്കൂ, പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ച് കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. നീ ഇടയിൽ മാരുതനന്ദനൻ പോകുന്നതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ആശ്രമ പരിസരം കൃത്രിമമായി ഉണ്ടാക്കി അവിടെ നീ ഒരു താപസനായിട്ട് ഇരുന്ന് പാപവിനാശനത്തെ, അതായത് ഒരാൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകണം ഒരു സന്യാസിയുടെ വാക്കുകളാണ് എന്ന്, അങ്ങനെയുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ച് അവൻ പോകുന്നതിന് വിളംബം ചെയ്യണം, അവനെ ഒന്ന് താമസിപ്പിക്കണം അവിടെ എത്തുന്നതിന്. അത് വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും, താമസവാക്കുകൾ എന്നാൽ ഒരാൾക്ക് ദ്രോഹം ചെയ്യാനുള്ള വാക്കുകൾ കേട്ടപ്പോൾ കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ, സാമവേദജ്ഞ, സാമവേദം പഠിച്ചവനാണ് നീ. അപ്പോൾ ഭക്തി ഉള്ളിൽ ഇല്ല, ചിത്തശുദ്ധി ഇല്ല എങ്കിൽ ഇതൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നീ ഇതൊക്കെ അറിയുന്നവനല്ലേ രാവണ, സർവജ്ഞ, വേദങ്ങളും ന്യായങ്ങളും രാജതന്ത്രങ്ങളും എല്ലാം അറിയുന്നവനാണ് നീ. ലങ്കേശ്വര, ഇനി സാമമാം എന്നുടെ വാക്ക്, സാമം എന്നാൽ ഉപദേശ രൂപേണ പറയുന്ന വാക്ക് കേൾക്കേണമേ. നിന്നെക്കുറിച്ച് മരിപ്പതിനി കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. നിനക്കൊരു സഹായം ചെയ്തിട്ട് മരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. ശ്രീരാമചന്ദ്രന് എതിരായിട്ടൊരു കാര്യം ചെയ്താൽ മരണം സുനിശ്ചിതമാണ്, അതിനെനിക്ക് ഒരു മടിയുമില്ല. പക്ഷേ ഞാൻ ഇതാണ് ചോദിക്കുന്നത്, മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചിട്ട് നീ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? തനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ യുദ്ധത്തിൽ വിട്ടുകൊടുത്ത് അവർ മരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ സുഖമായി ജീവിക്കാൻ സാധിക്കും? ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും, പിന്നീടുള്ള കാലം നിനക്ക് ദുഃഖമല്ലാതെ വേറെ എന്താണ് ഉണ്ടാവുക? എന്ത് രാജ്യം കൊണ്ട് പിന്നെ ഒരു ഫലം? രാജ്യം കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാവുക? എന്ത് ഫലം തവ ജാനകിയെ കൊണ്ടും? ജാനകിക്ക് വേണ്ടിയാണല്ലോ നീ ചെയ്യുന്നതൊക്കെ. എല്ലാം നഷ്ടപ്പെട്ടിട്ട് നിനക്ക് സീതയെ കിട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ? ഹന്ത, എന്തൊരു കഷ്ടമാണ്. ജഡാത്മകമായ ദേഹം കൊണ്ടും എന്ത് ഫലം തവ ചിന്തിച്ച് കാൺകടോ. ഇനി കാലനേമിയും രാവണന് തത്വോപദേശം ചെയ്യുകയാണ്. ഈ ജഡാത്മകമായ ദേഹം കൊണ്ട് എന്ത് ഫലം? സീതയെ രാമന് കൊണ്ടക്കൊടുത്ത് നീ സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക, വിഭീഷണന് രാജ്യം കൊടുക്കൂ. എന്നിട്ട് കാനനം തന്നിൽ മുനിവേഷവും പൂണ്ട് ശരിയായ ഒരു സന്യാസിയായിട്ട്, നേരത്തെ കള്ളസന്യാസിയായിട്ട് സീതയെ തട്ടിക്കൊണ്ടുവന്നു, ഇനി യഥാർത്ഥത്തിൽ സന്യസിച്ചിട്ട് മാനസശുദ്ധിയോടും കൂടെ നിത്യവും പ്രത്യുഷസി ഉത്ഥായ, 7:30 പുലർച്ചയ്ക്ക്, അത്രയും രാവിലെ ഉണർന്നിട്ട് ശുദ്ധതോയെ, ശുദ്ധമായ വെള്ളത്തിൽ കുളിച്ച് അത്യന്ത ഭക്തിയോടെ അർക്കോദയം കണ്ട് പിന്നീട് സൂര്യോദയം കണ്ട് ആ സന്ധ്യാ നമസ്കാരം, രാവിലെയുള്ള പ്രാതസന്ധ്യാ നമസ്കാരവും ചെയ്ത് ശീഘ്രം ഏകാന്തേ സുഖാസനം പ്രാപിച്ച് അങ്ങനെ ധ്യാനനിമഗ്നനായി തുഷ്ടനായി സർവ വിഷയ സംഘങ്ങളും കൈവിട്ട്, വിഷയങ്ങളോടുള്ള ആസക്തി കൈവിട്ട് സർവ ഇന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും തന്നിലേക്ക് തന്നെ ഏകാഗ്രപ്പെടുത്തി, എന്നിട്ട് ആത്മനി, തൻ്റെ ഉള്ളിൽ കണ്ടുകണ്ട് ആത്മാനം, തൻ്റെ ഉള്ളിലെ ജീവാത്മ സ്വരൂപത്തെ തന്നെ ഏകാഗ്രമായിട്ട് ആത്മന, മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുക. സ്വാത്മോദയം കൊണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ ഉള്ളിലെ ജീവാത്മ സ്വരൂപത്തെ കാണാൻ കഴിയുമ്പോൾ സർവലോകങ്ങളും, ഈ ലോകത്തിലുള്ള മുഴുവനും സ്ഥാവര ജംഗമ ജാതികളായുള്ള ദേവ തിര്യക്ക് പക്ഷികൾ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധി ഇന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും, അങ്ങനെ ഉള്ളിൽ ഏകാഗ്രമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ആ സത്യം വ്യക്തമാകും. ഉള്ളിലെ ജീവാത്മസ്വരൂപം, അതാണ് ദേഹി. ആ ദേഹിയാണ് ഇവിടെയുള്ള എല്ലാ ജഡവസ്തുക്കൾക്കും ആധാരം, സർവത്തിനും ആധാരമെന്നത് നമുക്കത് വ്യക്തമാകും.
ആ ബ്രഹ്മസ്തംഭപര്യന്തമായ എന്തോന്ന്, ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് സ്തംഭപര്യന്തം, ഒരു പുൽക്കൊടി വരെ, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എന്തോന്ന് താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും, ഈ ലോകത്തിൽ നീ ആസക്തിയോടെ കണ്ടതും കേട്ടതുമൊക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. ഇതൊക്കെ ആ മായാപ്രകൃതിയാണ്. സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു. നമുക്കൊരു സദ്ഗുരുവിനെ കിട്ടുകയാണെങ്കിൽ ആ സദ്ഗുരു ഇതിനെ വിളിക്കുന്നത് മായ എന്നാണ്. ഈ കണ്ട ലോകവൃക്ഷത്തിന് അനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്ക് കാരണം. ഈ ലോകം ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ സർഗം, അതിൻ്റെ സൃഷ്ടി, പിന്നെ സ്ഥിതി, വിനാശം, സംഹാരം, ഇതിനൊക്കെ കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം. ലോഹിതം ചുവപ്പ് വർണ്ണം, അത് രജോ ഗുണത്തെ സൂചിപ്പിക്കുന്നു. ശ്വേതം വെളുത്ത വർണ്ണം സത്വഗുണത്തെ സൂചിപ്പിക്കുന്നു. കൃഷ്ണവർണ്ണം കറുപ്പ് വർണ്ണം അത് തമോ ഗുണത്തെ. ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. ഇനി ഈ മായയുടെ പുത്രഗണമാണ് കാമക്രോധാദികളെല്ലാം. മായയിൽപ്പെട്ടവർക്കാണ് അതിൻ്റെ സന്തതികളായിട്ട്, മായയിൽപ്പെട്ടവർക്ക് ഉണ്ടാവുന്ന ഭ്രമക്കാഴ്ചകൾ, അതിൽ ഭ്രമിച്ചിട്ടാണ് അതിനോടൊരാഗ്രഹം തോന്നുന്നത്, അത് കിട്ടാതിരിക്കുമ്പോൾ ക്രോധമുണ്ടാകുന്നത്. ഇനി മായയുടെ പുത്രികൾ എന്ന് പറയുന്നത് തൃഷ്ണാഹിംസാദികളടോ. തൃഷ്ണ, കിട്ടിയാലും തീരാത്ത ആഗ്രഹം. ഇനി അതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മനസ്സുണ്ടായാൽ അത് ഹിംസയാകുന്നു. തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ച് തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ. ഈ മായാപ്രകൃതി തന്റെ ഈ സത്വരജ തമോ ഗുണങ്ങളെ കൊണ്ട് നമ്മയൊക്കെ, ഈ ജീവാത്മാവിനെ മോഹിപ്പിച്ചിട്ട് തന്റെ വശത്താക്കും ആത്മാവിനെ. ജീവാത്മാവിനെ തന്റെ വശത്താക്കുന്നു, തന്റെ അധീനതയിലാക്കുന്നു. അങ്ങനെ അധീനതയിലാക്കുന്നത് കൊണ്ട് കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ, ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന ആ തോന്നലുകളൊക്കെ നിത്യം ആത്മാവാകും ഈശ്വരൻ തങ്കലെ നിർഗുണമായിട്ടുള്ള ആ ജീവാത്മസ്വരൂപത്തിൽ ആരോപണം ചെയ്ത് ആ ജീവനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു. ഇതൊക്കെ ആ മായാപ്രകൃതിയുടെ ഒരു കളിയാണ്. ശുദ്ധനാത്മാ, യഥാർത്ഥത്തിൽ ഈ ആത്മാവ് ശുദ്ധമാണ്. അതിന് യാതൊരു വിധത്തിലുള്ള കളങ്കമില്ല, ഗുണമില്ല, വികാരങ്ങളില്ല. പക്ഷേ ആ പരൻ ഏകൻ അവളോട് യുക്തനായി വന്നു. ആ ശുദ്ധ സ്വരൂപം ഈ മായയോട് ചേരുമ്പോഴാണ് വന്ന് പുറത്തു കാണുന്നിതു. എന്നിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെ മാത്രമാണ്, പുറത്തെ ലോകത്തെ കണ്ടങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളിലെ ആത്മാവിനെ താൻ മറക്കുന്നു. ഇതന്വഹം. എപ്പോഴും മായാഗുണ വിമോഹത്തിനാൽ, മായയ്ക്ക് വശപ്പെട്ട് നമ്മൾ ജീവിക്കുന്നതിനാൽ പുറം ലോകത്തിലേക്ക് ശ്രദ്ധ പോകുന്നതുകൊണ്ട് ഉള്ളിലെ ആ സത്യത്തെ നമ്മൾ അറിയാതെ പോകുന്നു. ഇനി എങ്ങനെ നമ്മൾ ഇതറിയും? ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ, ഈ സത്യം അറിഞ്ഞ് അനുഭവിക്കുന്ന ഒരു ഗുരുവിനാൽ നമ്മൾ ബോധിപ്പിക്കപ്പെടണം, ഉദ്ബോധ്യരാകണം. അങ്ങനെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള, പരമാത്മ സത്യത്തെക്കുറിച്ച് ബോധം വരുമ്പോൾ നമ്മൾ നിവൃത്ത ഇന്ദ്രിയനുമാകുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നൊക്കെ മനസ്സ് വിടുവിക്കാൻ സാധിക്കുന്നു. അങ്ങനെയാകുമ്പോൾ കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവിനെ സ്പഷ്ടമായി കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണുന്നതെല്ലാം അവന് വന്നു തഥാ. അപ്പോഴാണ് ജീവിതത്തിനൊരു കൃതകൃത്യത, തനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി എന്ന തോന്നൽ അവന് വരുന്നത്. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപ്പെട്ട് ജീവൻ മുക്തനായി വരും ദേഹിയും. ഇങ്ങനെ തന്റെ ഉള്ളിലെ ആ ആത്മാവിനെ ദൃഷ്ട്വാ കണ്ടിട്ട് പ്രകൃതി ഗുണങ്ങളോടാശു വേർപ്പെട്ട് പിന്നെ ഈ മായാഭ്രമം അവനെ ബാധിക്കുകയില്ല. അങ്ങനെ ജീവൻ മുക്തനായി വരും ദേഹിയും. ആ സൂക്ഷ്മ ജീവൻ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം
ജീവൻ മുക്തനാകുന്നു, ജീവിച്ചിരിക്കെ മുക്തനാകുന്നു. നീയും ഏവം സദാ ആത്മാനം വിചാരിച്ച് മായാഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി രാവണനെ ഉപദേശിക്കുകയാണ്. അദ്യപ്രഭൃതി, ഇന്ന് മുതൽ വിമുക്തൻ ആത്മാവിധി ജ്ഞാത്വ, ഈ ആത്മാവ് വിമുക്തനാണ് എന്ന് ജ്ഞാത്വ അറിഞ്ഞിട്ട് നിരസ്ത ആശയ, ആശകളൊക്കെ ആഗ്രഹങ്ങളൊക്കെ നിരസ്തം ഇല്ലാതാക്കിയിട്ട് അങ്ങനെ ജിതകാമനായി കാമനകളെയൊക്കെ ജയിച്ചവനായിട്ട് ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ല ഓർക്ക നീ. നിനക്ക് യാതൊരു വിധത്തിലുള്ള വികൽപ്പവും രണ്ട് എന്ന ഒരു സംശയം ഉണ്ടാവുകയില്ല. ഇനി അങ്ങനെ ധ്യാനിക്കാൻ മാത്രമുള്ള ഒരു മാനസികമായ പക്വത കിട്ടിയിട്ടില്ല എങ്കിൽ, അതാണ് ധ്യാനിപ്പതിന് സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച്, ആ സഗുണരൂപത്തിൽ ഏതെങ്കിലും ഒരു ദേവനെ ആശ്രയിച്ച്, ഇവിടെ ശ്രീരാമചന്ദ്രനെ തന്നെയാണ് പറയുന്നത്, അത്യന്ത ശുദ്ധ്യ സ്വബുദ്ധിയ, ഭക്തി കൊണ്ട് ഉള്ളം തെളിയണം, ചിത്തം ശുദ്ധമാകണം. അങ്ങനെ ശുദ്ധമാകുന്ന സ്വബുദ്ധിയ, തന്റെ ബുദ്ധി കൊണ്ട് നിരന്തരം എല്ലായ്പ്പോഴും ഹൃത് പത്മകർണികാ മധ്യേ, ഹൃദയമാകുന്ന താമരയുടെ നടുവിലുള്ള ആ നാളി അല്ലെങ്കിൽ ആ ഒരു അല്ലിയുണ്ട്, ആ അല്ലിയുടെ മധ്യത്തിൽ സുവർണ പീഠോൽപ്പലെ, വലിയ താമരയായിട്ട് സങ്കല്പിക്കുക. അവിടെ സുവർണ പീഠത്തിൽ ആ ഉൽപ്പലം എന്നാൽ നീല നിറത്തിലുള്ള, ഏകദേശം കറുപ്പും ശ്യാമളവർണ്ണം, അങ്ങനെ രത്നഗണാഞ്ചിതേ, രത്നഗണങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ആ ഒരു പീഠത്തിൽ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുതരെ, വളരെ മൃദുലമായിട്ടുള്ള ആ ഒരു ദേഹത്തോടുകൂടെ സീതയാ സംസ്ഥിതം, സീതയോടുകൂടെ ഇരിക്കുന്ന ലക്ഷ്മണ സേവിതം, ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന ബാണധനുർധരം, ചാപവും ബാണവും ധരിച്ച വീരാസനസ്ഥം, വീരമായ ശ്രേഷ്ഠമായിട്ടുള്ള ആസനത്തിൽ ഇരിക്കുന്ന ഐരാവതി തുല്യ പീതാംബരധരം, ഐരാവതി എന്നാൽ മിന്നൽ, മിന്നൽ കൊടിയുടെ ആ ഒരു പ്രഭയ്ക്ക് തുല്യമായിട്ടുള്ള പീതാംബരം ധരിച്ചിരിക്കുന്ന ഹാര കിരീട കേയൂര അംഗദ അങ്കുലീയ, ഹാരം മാല, കിരീടം, കേയൂരം തോൾവള, അംഗദം കൈവള, അങ്കുലീയം മോതിരം, ഇങ്ങനെ രത്നാഞ്ചിത കുണ്ടലം, കാതിലോലകൾ, നൂപുരം, ചാരു കടക കടിസൂത്ര കൗസ്തുഭ, എല്ലാം ഭഗവാന്റെ ഓരോരോ അവയവങ്ങളിൽ ധരിക്കുന്ന ആഭരണങ്ങളാണ്. കടിസൂത്രം അരഞ്ഞാണം, കൗസ്തുഭം ഭഗവാന്റെ കണ്ഠത്തിലെ മണിയാണ്. സാരസ മാല്യ വനമാലികാധരം, വളരെ മനോഹരമായിട്ടുള്ള, സാരസം എന്നാൽ താമരമാല, വനമാലിക അതുപോലെ വനമാല, ഇങ്ങനെയൊക്കെ ധരിച്ച ശ്രീവത്സ വക്ഷസം, ശ്രീവത്സം എന്ന മറുകുള്ള രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന സർവേശ്വരം പരം സർവവന്ദ്യം, എല്ലാവരാലും വന്ദിക്കപ്പെടുന്ന ശരണാഗത വത്സലം, ശരണാഗതി ചെയ്യുന്നവരിൽ അത്രയും വാത്സല്യത്തോടുകൂടിയ ആ ഭഗവാനെ ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും, ഇനി ഭഗവാന്റെ ചരിത്രം കേൾക്കുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെ ഉണ്ടാകുന്നു? പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ജന്മമുണ്ടാവുക? ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്താൽ മതി. ജന്മജന്മാന്തരത്തിങ്കിലും ഉള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോവും നിശ്ചയം. രാമശബ്ദം അത് നിരന്തരം ഉച്ചരിക്കുമ്പോൾ ജന്മജന്മാന്തരത്തിൽ ചെയ്ത പാപങ്ങൾ പോലും ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് വൈരം വെടിഞ്ഞ് അതിഭക്തി സംയുക്തനായി അത്യധികമായ ഭക്തിയോടുകൂടെ ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണം ഏകം, ഏകസ്വരൂപനായിട്ടുള്ള പരിപൂർണ സ്വരൂപനായ ആ ഭഗവാനെ സദാ എല്ലായ്പ്പോഴും ഹൃദി ഭാവിതം, ഹൃദയത്തിൽ അങ്ങനെ ധ്യാനിക്കുക. ആ ഭാവരൂപം പുരുഷം
ഭാവം എന്നാൽ ഇവിടെ ഉള്ളതായിട്ടുള്ള ആ ഭഗവാനെ, പുരുഷം പരം നാമരൂപാതിഹീനം, യഥാർത്ഥത്തിൽ പരമാത്മാവിന് നാമമില്ല, രൂപമില്ല. പുരാണം, പണ്ടേക്ക് പണ്ടേ ഉള്ള ശിവം, ശിവസ്വരൂപമായിട്ടുള്ള അല്ലെങ്കിൽ മംഗളസ്വരൂപനായിട്ടുള്ള രാമം ഏവം ഭജിച്ചിടു നീ സന്തതം, ശ്രീരാമചന്ദ്രനെ നീ ഭജിക്കുക. ഇത് കേൾക്കുമ്പോഴേ അറിയാം ഇത് കാലനേമിയുടെ വാക്കുകൾ അല്ല, എഴുത്തച്ഛന്റെ വാക്കുകളാണ്. മുൻപ് പറഞ്ഞു, നമ്മെ എങ്ങനെയെങ്കിലും ഭഗവാനിൽ മനസ്സ് വെപ്പിക്കണം. അതിനായിട്ടാണ് ഇടയിൽ സാഹചര്യം വരുമ്പോഴൊക്കെ ഭഗവാനെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും ഇവിടെ അത് കാലനേമിയുടെ വാക്കുകളായി അവതരിപ്പിച്ചിട്ട് പറയുകയാണ്. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ, രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ. ഇത് ഒരു ഭക്തനെ സംബന്ധിച്ച് അമൃതതുല്യമാണ്. എന്നാൽ ഈ രാവണനെ സംബന്ധിച്ച് ഇത് വിഷതുല്യമാണ്. അത് കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായിട്ട്, ക്രോധം കൊണ്ട് കണ്ണൊക്കെ അങ്ങനെ ചുവന്നു. അങ്ങനെ വാളുമായി തദ്ഗളം ഛേദിപ്പൻ ഒരുമ്പെട്ടു ചൊല്ലിയിടിനാൻ. കാലനേമിയെ കൊല്ലാനായിട്ട് ഓങ്ങിക്കൊണ്ട് പറഞ്ഞു, നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നിന്നെ കൊന്നിട്ട് ഞാൻ വിചാരിച്ചു കൊള്ളാം. കാലനേമി ക്ഷണദാചരൻ, ക്ഷണദാചരൻ എന്നാൽ അസുരൻ. ആ അസുരനായിട്ടുള്ള കാലനേമി അന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. ഇതിന്റെ കാരണം എന്തുകൊണ്ട് രാവണൻ ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് പറഞ്ഞു, രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവം ഇതുകൊണ്ട് കിം ഫലം, നിനക്ക് എന്ത് ഫലമാണ് കിട്ടാൻ പോകുന്നത്? നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ, ഇത് എന്നുടെ സദ്ഗതിക്കെന്ന് ധരിക്ക നീ. ഞാൻ ഇത് അനുസരിക്കുന്നത് പോലും എന്നുടെ ആ ഒരു സദ്ഗതിക്ക് വേണ്ടിയിട്ടാണ്. കാരണം രാമകാര്യാർത്ഥമായിട്ട് ഞാൻ നിന്നെ ഉപദേശിച്ചു കഴിഞ്ഞു. ഇവിടെ ഭാവത്തിനാണ് പ്രധാനം. ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു പ്രാരബ്ധം എന്ന രീതിയിലാണ്. കാരണം കാലനേമി പറയുന്നത് രാമന് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുകയും അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു പാപം ചെയ്താലും അതെന്നെ ബാധിക്കുകയില്ല. കാരണം മനസ്സുകൊണ്ട് ഞാൻ ശ്രീരാമചന്ദ്രന് അനുകൂലമാണ്. അതുകൊണ്ടാണ് ആ ഒരു ആത്മവിശ്വാസത്തിൽ പറയുന്നത് ഇത് എന്നുടെ സദ്ഗതിക്കാണ്. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന് ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ. സത്യസ്വരൂപനായ ശ്രീരാമചന്ദ്രനെ വഞ്ചിക്കാൻ ഞാൻ ഇന്ന് ഉദ്യുക്തനായി, ഞാൻ അതിന് പുറപ്പെടുകയാണ്, ഒരു മടിയും കൂടാതെ. കാരണം എല്ലാം അറിയുന്ന ഭഗവാന് കാലനേമിയുടെ മനോഗതവും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഹിമാദ്രി പാർശ്വേ, ഹിമവത് പാർശ്വത്തിൽ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. അങ്ങനെ ഹനുമാൻ വരുന്ന സമയത്ത് കാണായിതാശ്രമം, ഒരാശ്രമം മായാവിരചിതം നാനാമുനിജന സേവിതമായതും ശിഷ്യജന പരിചാരക സംയുതം ഋഷി ആശ്രമം, ഒരു ഋഷിയുടെ ആശ്രമം കണ്ട് വായുതനയനും ചിന്തിച്ചു നിന്നാൻ, ഇവിടെ ഒരാശ്രമം എന്തുമൂലം? ഇതെപ്പോഴാണ് ഇങ്ങനെ ഒരു ആശ്രമം ഇവിടെ വന്നത്? പണ്ടും ഈ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളതാണ്, അപ്പോഴൊന്നും കണ്ടിട്ടില്ല, പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. ഇനി മാർഗവിഭ്രംശം വരികയോ, എന്റെ വഴി മാറിപ്പോയോ? കേവലം ഓർക്കേണമെൻ മനോവിഭ്രമമല്ലല്ലീ, അതോ എനിക്ക് മനസ്സിന് അങ്ങനെ തോന്നുന്നതാണോ, എന്റെ ഒരു തോന്നൽ മാത്രമാണോ ഇത്? എന്തായാലും സാരമില്ല, നേരിട്ട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് നാനാപ്രകാരവും പല രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് തീരുമാനിച്ചു. താപസനെ കണ്ട് പാനീയ പാനവും ചെയ്ത് കുറെ നേരമായിട്ട് ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് ദാഹമുണ്ട്, ദാഹം തീർത്ത് കാണാ മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം, അത് കഴിഞ്ഞിട്ട് പോകാം. എന്നിട്ട് ആ ദ്രോണാചലം രഘുപുങ്കവ അനുഗ്രഹാൽ, ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ എനിക്കത് കാണാൻ സാധിക്കും. ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ട, ഒരു യോജന വിസ്തൃതമുള്ള ആ മായാശ്രമം, ആശ്രമം, മായ കൊണ്ട് നിർമ്മിച്ച, താൽക്കാലികമായി നിർമ്മിച്ച ആ ആശ്രമത്തിൽ, ആശ്രമം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ രംഭ പനസ ഖർജൂര കേര ആമ്രാദി, ഇനി അവിടെ ചുറ്റുപാട്ടിലും
രംഭ എന്നാൽ വാഴ, പനസം പ്ലാവ്, ഖർജുരം ഈന്തപ്പന, കേരം കേരവൃക്ഷം, ആമ്രം മാവ് തുടങ്ങിയ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. സമ്പൂർണം അതി അച്ഛതോയ വാപീയുതം, അച്ഛം എന്ന നല്ല നിർമ്മലമായിട്ടുള്ള വെള്ളമുള്ള വാപി കുളങ്ങളുണ്ട്. കാലനേമിത്രി യാമാചരനും, കാലനേമി എന്ന ആ രാക്ഷസൻ തത്ര ശാലയിൽ, അവിടെ ഒരു ശാലയൊക്കെ തീർത്തിട്ട് അവിടെ ഋത്വിക് സദസ്യാദികളോടും, യാഗം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഋത്വിക്, ആ ഋത്വിക് സദസ്യാദികളോടും മറ്റ് ശിഷ്യന്മാരൊക്കെ ഉണ്ട് എന്ന എല്ലാം ഒരു നാടകം പോലെ ഒരു സെറ്റപ്പാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ദ്രയാഗം ദൃഢം അമ്മാർ അനുഷ്ഠിച്ചു, ഒരു വലിയ യാഗമൊക്കെ നടക്കുന്നതായിട്ടൊക്കെ അങ്ങനെ കാണിക്കുകയാണ്. ചന്ദ്രചൂഡ പ്രസാദം വരുത്തിയിടുവാൻ, ശിവന്റെ പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ദ്രയാഗം ചെയ്യുന്നു. ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ, അങ്ങനെ യഥാർത്ഥത്തിൽ രാക്ഷസനായ ആ താപസനെ ഹനുമാൻ വീണ് നമസ്കാരവും ചെയ്തുടൻ ജഗത് പ്രാണതനയനും വായുനന്ദനായ ഹനുമാൻ ഇങ്ങനെ ചൊല്ലിനാൻ, രാമദൂതഃ അഹം, ഞാൻ രാമദൂതനാണ്. ഹനുമാൻ ഇതി മമ നാമം, എന്റെ പേര് ഹനുമാനാണ്. പവനജൻ അഞ്ജനാനന്ദനൻ, വായുപുത്രനാണ്, അതേസമയം അഞ്ജനയുടെ മകനുമാണ്. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്ക്, പാലാഴി കരയിലേക്ക് സാമോദം ഇന്ന് പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നിതു, ദാഹം പൊറാഞ്ഞ് എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, അതുകൊണ്ട് തണ്ണീർ കുടിച്ചിടുവാൻ, വെള്ളം കുടിച്ച് എന്റെ ദേഹരക്ഷയെ ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. എങ്ങ് ജലസ്ഥലം എന്നരുൾ ചെയ്യണം, എവിടെ നിന്നാണ് നല്ല ശുദ്ധജലം ലഭിക്കുക എന്ന് പറയണം. എങ്ങുമേ പാർക്കരുതെന്നെൻ മനോഗതം, എവിടെയും ഞാനിപ്പോൾ കാണുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ച് ചൊല്ലിയിടിനാൻ, വളരെ കാരുണ്യത്തോടുകൂടെയാണ് ഞാൻ നിന്നോട് പറയുന്നത് എന്ന ഭാവത്തിൽ പറയുകയാണ്. മാമകമായ കമണ്ഡലുസ്ഥം ജലം ആമയം തീരുവോളം കുടിച്ചിടുക, എന്റെ കമണ്ഡലുവിൽ നല്ല ജലമുണ്ട്, അത് നിനക്ക് ആമയം, നിന്റെ ദാഹം തീരുവോളം കുടിച്ചിടുക. ഇവിടെ ആമയം എന്നതുകൊണ്ട് ഇപ്പോൾ ദാഹം കൊണ്ടുള്ള ഈ പരവേശം. ഇനി പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞ് കുറഞ്ഞൊന്ന് ഉറങ്ങുക, കുറച്ചു നേരം വിശ്രമിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി. ഹനുമാൻ ഇപ്പോൾ എന്തിനാണ് വന്നത്? അവിടെ എല്ലാവരും മരിച്ചു കിടക്കുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഔഷധം എടുത്തു പോകണം, അതിനാണല്ലോ. നീ വിഷമിക്കുകയേ വേണ്ട. എനിക്ക് ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും, ഞാൻ എന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കഴിഞ്ഞതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതും ഒക്കെ ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തം ആയതുകൊണ്ട് ചൊല്ലിയിടുവൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നീ പേടിക്കേണ്ട. അവിടെ വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ ശ്രീരാമചന്ദ്രൻ നോക്കിയതുകൊണ്ട് മാത്രം അവരൊക്കെ മോഹവും തീർന്നെഴുന്നേറ്റിയതെല്ലാവരും. അവരൊക്കെ ഇപ്പോൾ ആ ആലസ്യത്തിൽ നിന്ന് എഴുന്നേറ്റു, അവരൊക്കെ ഇപ്പോൾ സുരക്ഷിതരാണ്. എന്നിട്ട് ആഹവത്തിന്, യുദ്ധത്തിനായിട്ട് ഒരുമിച്ച് നിന്നേടിനാർ. അവർ യുദ്ധം ചെയ്യാനായി തയ്യാറായി കഴിഞ്ഞു. യുദ്ധമാകർണ്യ ചൊന്നാൻ കപിപുങ്കവൻ, എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. ഓ, എന്തൊരു കാരുണ്യമാണ് അങ്ങ് എന്നോട് ചെയ്തത്, എനിക്ക് വലിയ സന്തോഷമായി. പാരം പൊരുതുമേ ദാഹം, അതുകൊണ്ട് പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. എനിക്ക് അത്ര അധികം ദാഹമുണ്ട്, അതുകൊണ്ട് ഈ കമണ്ഡലു വെള്ളമൊന്നും എനിക്ക് പോരാ. വായുതനയൻ ഏവം ചൊന്ന നേരത്ത് മായാവിരചിതനായ വടുവിനെ, മായ കൊണ്ട് അവിടെ ഉണ്ടാക്കിയ സൃഷ്ടിച്ച ഒരു ബ്രാഹ്മണനെ തോയാകരം ചെന്ന് കാട്ടിക്കൊടുക്കെന്ന്, ശുദ്ധജലം ഉള്ള സ്ഥലം കാട്ടിക്കൊടുക്കൂ എന്ന് ഭൂയോ മുദാ കാലനേമിയും ചൊല്ലിനാൻ. വീണ്ടും സന്തോഷത്തോടെ കാലനേമി പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, കണ്ണ് തുറന്നു പോവരുത്. അതാണ് നേത്ര നിമീലനം ചെയ്ത് കണ്ണ് പൂട്ടിയിട്ട് വേണം പോകാൻ. എന്നിട്ട് പാനീയവും പീത്വാ, കുടിച്ചിട്ട് മമാന്തികം, എന്റെ അടുത്തേക്ക് പ്രാപിക്ക സത്വരം, വേഗം പോയി തിരിച്ചു വരൂ.
എന്നാൽ നിനക്ക് ഔഷധം കണ്ടുകിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവാൻ. മാത്രമല്ല ഔഷധം കൊണ്ടുപോയിക്കോളൂ, എന്തായാലും ഇനിയും ചിലപ്പോൾ ആവശ്യം വരും. എന്നാൽ അതിനു മുൻപേ വെള്ളം കുടിച്ചിട്ട് വന്നാൽ ഞാൻ നിനക്ക് നല്ലൊരു മന്ത്രോപദേശമൊക്കെ തരാം, നിനക്ക് എളുപ്പമാ ഔഷധം ലഭിക്കാൻ എന്നത് കേട്ട് വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച വടുവിനോടും മുതാ. തന്റെ കൂടെ അയച്ച ആ ബ്രാഹ്മണനോടും കൂടെ പോയി കണ്ണുമടച്ച് വാപീതടം പ്രാപിച്ചു. അങ്ങനെ ആ കുളത്തിൽ ചെന്നിട്ട് തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ, അങ്ങനെ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും വന്നു ഭയങ്കരിയായ മകരിയും, ഒരു പെൺമുതല ഇങ്ങനെ ഉയർന്നു വന്നിട്ട് ഉന്നതനായ മഹാകപിവീരനെ തിന്നുകളവാൻ ഒരുമ്പെട്ട നേരത്ത് പെട്ടെന്ന് മാരുതിയും കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു പെൺമുതല തന്നെ വിഴുങ്ങാനായിട്ട് വായും തുറന്നങ്ങനെ നിൽക്കുന്നു. കണ്ണുമിഴിച്ച് കപീന്ദ്രനും നോക്കിനാൻ, ആകെ പേടിച്ചുപോയി. പെട്ടെന്ന് വക്രം പിളർന്ന് കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കപിവരൻ. ആ വായ തുറന്നു പിടിച്ച മുതലയെ ഹനുമാൻ ആ വായ തന്നെ പിളർന്ന് കൊന്നു. ദേഹമുപേക്ഷിച്ച് മേൽപോട്ടു പോയിതു ദേഹിയും. ഉടനെ തന്നെ ആ പെൺമുതലയുടെ ശരീരത്തിൽ നിന്ന് ഒരു ജീവാത്മാവ് സൂക്ഷ്മ ശരീരം മുകളിലേക്ക് പോയി. മിന്നൽ പോലെ നല്ല തിളക്കമുള്ള ഒരു സൂക്ഷ്മ ശരീരമായിരുന്നു. തത് അത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും. വിമാനദേശം എന്നാൽ അന്തരീക്ഷത്തിൽ. കണ്ടിതന്നേരം ദിവ്യരൂപത്തോട് ഒരു നാരീമണി, ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആയിട്ടിരിക്കുന്നു. ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാതാത്മജനോട് ചൊന്നാൾ അത് നേരം. ആ സ്ത്രീ ഹനുമാനോട് പറഞ്ഞു, നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവര. നീ എനിക്ക് ശാപമോക്ഷം തന്നിരിക്കുന്നു. മുന്നം ഒരു അപ്സര സ്ത്രീ, ഞാൻ ഒരു അപ്സര സ്ത്രീയായിരുന്നു. ഒരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലി ഇതി മേ നാമം. ധന്യമാലി എന്നാണ് എന്റെ പേര്. മഹാമതേ, നീ മഹാബുദ്ധിമാനാണ്. മാന്യനാ, നീ ഇനി ഒന്ന് ധരിക്കണം. ശുദ്ധഹൃദയനായ നീ ഒന്ന് ധരിക്കുക. നീ ഇപ്പോൾ അത്ര പുണ്യാശ്രമേ കണ്ട താപസൻ, ഇപ്പോൾ പുണ്യാശ്രമത്തിൽ നീ കണ്ട ആ താപസൻ നക്തഞ്ചരനാണ്, അസുരനാണ്, കാലനേമി, മഹാഖലൻ, ദുഷ്ടനാണവൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ, രാവണൻ പറഞ്ഞിട്ട് വന്നതാണവൻ. താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ, നിന്റെ മാർഗത്തിന് വിഘ്നം വരുത്താൻ വന്നതാണ്. താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവ ഭൂദേവാദി ഹിംസകൻ. അവൻ യഥാർത്ഥത്തിൽ താപസന്മാരെയും ദേവന്മാരെയും ഭൂദേവന്മാരായ ബ്രാഹ്മണന്മാരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നവനാണ്. എന്നിട്ടിപ്പോൾ താപസവേഷം കപടമായിട്ട് ധരിച്ചിരിക്കുന്നിതു. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം. ആ ദുഷ്ടനെ വേഗം കൊന്നുകളയുക. എന്നിട്ട് സന്തോഷത്തോടെ ദ്രോണപർവ്വതം പ്രാപിച്ച് ദിവ്യ ഔഷധങ്ങളും കൊണ്ടങ്ങ് ചെന്നിനി ക്രവ്യാത വംശം അശേഷമൊടുക്കുക. അങ്ങനെ നീ ദിവ്യ ഔഷധങ്ങളൊക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക. എന്നിട്ട് ക്രവ്യാത വംശം, ആ രാക്ഷസ വംശത്തെ അശേഷം ഒടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു. വാനരവീര കുശലം ഭവിക്കതേ. അങ്ങനെ ധന്യമാലി എന്ന അപ്സര സ്ത്രീ പറഞ്ഞു, ഞാൻ ബ്രഹ്മലോകത്തേക്ക് തിരിച്ചു പോകുന്നു, നിനക്ക് മംഗളം ഭവിക്കട്ടെ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ. ഇങ്ങനെ പറഞ്ഞ് ആ ധന്യമാലി തിരിച്ചു പോയതിനു ശേഷം മാരുതി മായാവിയാം കാലനേമി തന്നെ അന്തികെ ചെന്നാൻ. മായാവിയായിട്ടുള്ള കാലനേമിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അവനോട് ചൊന്നാൻ അസുരനും. ഹനുമാനോട് അസുരൻ ഇപ്രകാരം പറഞ്ഞു, വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ? ഇതെന്തു പറ്റി? എന്താണ് ഇത്ര വൈകിയത്? കാലമിനി കളയാതെ വരിക, നീ വേഗം വരൂ. എന്റെ അടുത്ത് നിന്ന് ആ മന്ത്രോപദേശം വേണ്ടേ? മൂലമന്ത്രോപദേശം ചെയ്യുവനാശു ഞാൻ. ദക്ഷിണയും തന്ന് അഭിവാദ്യവും ചെയ്യുക. എനിക്ക് ആദ്യം ദക്ഷിണ തരിക, എന്നിട്ട് എന്നെ നമസ്കരിച്ചിട്ട് ഞാൻ നിനക്ക് ആ മൂലമന്ത്രം ഉപദേശിച്ചു തരാം. എന്നാൽ നീ ദക്ഷനായി വന്നുകൂടും, നീ വലിയ സാമർഥ്യക്കാരനാകും. ഭവാൻ നിർണയം, ഒരു സംശയവും വേണ്ട. ഇത് കേൾക്കണ്ട താമസം നല്ലൊരു ദക്ഷിണ കൊടുത്തു. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവര ഉത്തമാങ്കേ കപിവരൻ ഒന്നടിച്ചാൻ.
ആ കാലനേമിയുടെ തലക്ക് തന്നെ നല്ലൊരു അടി കൊടുത്തു. ആ അടി കൊണ്ടവനും തഥാ ചെന്ന് പുക്കിയിടിനാൻ ധർമ്മരാജാലയം. അങ്ങനെ ആ കാലനേമിയെ കാലപുരിക്ക് തന്നെ അയച്ചു. ഇനി ദിവ്യൌഷധം എടുത്തുകൊണ്ടുവന്നു. അതിന്റെ ഫലത്തെ പറയുകയാണ്. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. അങ്ങനെ പാലാഴിയും കടന്ന് ദ്രോണാചലത്തിലെത്തി മാരുതി അവിടെ വണങ്ങി, ആ പർവ്വതത്തെ വണങ്ങി നോക്കി. ഔഷധ ആവാസം ഋഷഭാദ്രി, ഔഷധമിരിക്കുന്ന ഋഷഭപർവ്വതം കണ്ടു. എന്നാൽ ഔഷധം ഏതാണ് എന്ന് പ്രത്യേകം മനസ്സിലാകുന്നില്ല. ഔഷധം ഒന്നുമേ കണ്ടതുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഔഷധം ഏതാണ് എന്ന് തിരയാനൊന്നും സമയമില്ല. അതുകൊണ്ട് കാണാഞ്ഞ് കോപിച്ച് പർവ്വതത്തെ പറിച്ചു. ആ പർവ്വതം തന്നെ അതങ്ങനെ തന്നെ എടുത്ത് പറിച്ചിട്ട് ഏണാംഗബിംബം കണക്കെ, ചന്ദ്രബിംബം എടുത്തെന്ന പോലെ കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്ന് അൻപോടു രാഘവൻ മുമ്പിൽ വച്ച് ഇണ്ടൽ തീർത്തിയിടിനാൻ വൻ പടയ്ക്കന്നേരം. ആ വൻ പടയ്ക്ക് സംഭവിച്ച ജീവഹാനിയെ ഇല്ലാതാക്കി. കൊണ്ടൽ നേർ വർണ്ണനും പ്രീതി പൂണ്ടാൻ. ശ്രീരാമചന്ദ്രനും സന്തോഷത്തോടുകൂടെ, അതുപോലെ തന്നെ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും. നീലകണ്ഠൻ ശിവൻ, ശിവന്റെ മകനാണ് ഹനുമാൻ. അപ്പോൾ തന്റെ മകന്റെ ചെയ്തികളിൽ ശിവനും വലിയ സന്തോഷമായി. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. ആ ഔഷധ പർവ്വതം അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിന്റെ കാറ്റ് തട്ടിയിട്ട് തന്നെ എല്ലാവരും ജീവിച്ചു. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലം ഇല്ലൊരു സംശയം. എന്നാൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഇത് ഇവിടെ വെക്കരുത്, തിരിച്ചു കൊണ്ടുപോയി വെക്കൂ. കാരണം അല്ലായിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നു. ഞാൻ എങ്ങനെയാണ് പിന്നെ രാത്രിഞ്ചരന്മാരെ, അസുരന്മാരെ കൊല്ലുക? കാരണം ഇതിവിടെ നിൽക്കുന്നിടത്തോളം ഇതിന്റെ കാറ്റ് തട്ടിയാൽ ആരും മരിക്കില്ല, എല്ലാവരും ജീവിക്കും. അതുകൊണ്ട് രാക്ഷസന്മാരെ കൊല്ലണമെങ്കിൽ ഇതിവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇത് തിരിച്ചു കൊണ്ടുപോയി വെക്കൂ എന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കപിപുങ്കവൻ. വീണ്ടും ആ ഔഷധ കുന്നുമെടുത്ത് പറന്നു വന്നാൻ. അരനിമിഷം കൊണ്ട് പിന്നെയും തിരിച്ചു വീണ്ടും അരനിമിഷം കൊണ്ടുവന്നു. അപ്പൊ നേരത്തെ നമുക്കൊരു സംശയം തോന്നും, വാനരന്മാരൊക്കെ എഴുന്നേറ്റു വന്നു, ഇതേപോലെ മരിച്ച രാക്ഷസന്മാരും എഴുന്നേറ്റു വരില്ലേ? എന്നാൽ അവിടെ വിധിയുടെ വിളയാട്ടം എന്നതുപോലെ രാവണൻ പറഞ്ഞിരുന്നു, യുദ്ധേ മരിച്ച നിശാചരന്മാർ ഉടൽ. അപ്പോൾ തന്നെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാവണൻ പറഞ്ഞതനുസരിച്ച് രാക്ഷസർ ഉടനെ തന്നെ വാരാനിധിയിലിട്ടിയിടിനാർ. എല്ലാം മരിക്കുന്നതിനനുസരിച്ചിട്ട് മറ്റുള്ളവർ വന്നിട്ട് ഈ ശവശരീരം അവിടെ സമുദ്രത്തിൽ കൊണ്ടുപോയിടും എന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. അപ്പോൾ ഔഷധത്തിന്റെ കാറ്റ് വന്നിട്ടും അവരാരും ജീവിച്ചിരുന്നില്ല. കാരണം അവരുടെ ഒന്നും ശരീരം ആ യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ആ വിധിയുടെ ഒരു നിയോഗം എന്നതുപോലെ സംഭവിച്ചതാണ്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.